പാലക്കാട് അട്ടപ്പാടിയിൽ 5 ദിവസമായിട്ടും വൈദ്യുതി പുനഃസ്ഥാപിച്ചില്ലെന്ന് പരാതി. കൽക്കണ്ടി കള്ളമലയിലും വൈദ്യുതി മുടങ്ങി. ചിണ്ടക്കി, കണ്ടിയൂർ, മുണ്ടൻപാറ, ജെല്ലിപ്പാറ, വയലൂർ ഭാഗങ്ങളിലും ഇരുട്ടിലാണ്. അട്ടപ്പാടി കൽക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഇവിടെ വൈദ്യുതി നഷ്ടപ്പെട്ടിട്ട് ഇന്നേക്ക് 4-5 ദിവസം കഴിയുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നോ KCBയിലെ ഓഫീസിലോ വിളിച്ചു കഴിഞ്ഞാൽ ഒരു നടപടിയും ഇവർ ഇതുവരെയും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയുമില്ല. നമുക്ക് എല്ലാവരുടെയും ഫോൺ ഉൾപ്പെടെ ഓഫായിരിക്കുന്ന അവസ്ഥയാണ്. ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന ഒരാളെ വിളിക്കണമെങ്കിൽ ഫോൺ പോലും ഇല്ല. കടകളിലും മെഴുകുതിരി വരെ തീർന്നിരിക്കുന്ന അവസ്ഥയാണ്. മിനിസ്റ്ററുടെ ഓഫീസ്, KCBയുടെ ഉന്നത അധികാരികളെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും വിളിച്ചു. അവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ റെസ്പോൺസും കിട്ടുന്നില്ല. മെയിൻ ജംഗ്ഷനിലെ അവസ്ഥയാണ്. ഇത് ഉള്ള ഏരിയയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫോണിൽ ചാർജ് പോലും. ഒരു ഹോസ്പിറ്റൽ കേസ് രാത്രി ഒന്നാകെ മഴയും ശക്തമായ കാറ്റും മഴയുമാണ്. ഒരു ഹോസ്പിറ്റൽ കേസിന് ഒരാളെ വിളിക്കണമെങ്കിൽ ഫോണിൽ ചാർജ് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. സാജിദ് അജ്മലുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ്, ഈ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും വലിയ ബുദ്ധിമുട്ടിലാണ് അവിടെയുള്ള ആളുകൾ. 5 ദിവസമായി വൈദ്യുതി മുടങ്ങിയിരിക്കുന്നു. എന്താണ് വൈദ്യുതി വകുപ്പ് ഇതിനെപ്പറ്റി പറയുന്നത്? അജി, ശക്തമായ കാറ്റും മഴയുമാണ് അട്ടപ്പാടിയുടെ വിവിധ ഭാഗങ്ങളിൽ. സ്വാഭാവികമായി മരം ഈ കടപുഴകി വീഴുന്നതടക്കമുള്ള വലിയ പ്രതിസന്ധി ഉണ്ട്. ഇത് സമയബന്ധിതമായി KCB പണി ചെയ്ത് പുനഃസ്ഥാപിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് പ്രധാനമായും ഉയരുന്നത്. ഇപ്പോൾ 5 ദിവസമായാണ് വൈദ്യുതി കൽക്കണ്ടി കള്ളമല മേഖലയിൽ മുടങ്ങിയിരിക്കുന്നത്. ഇത് കൂടാതെ കണ്ടിയൂര്, മുണ്ടൻപാറ, ചിണ്ടക്കി, ജെല്ലിപ്പാറ, വയലൂര് തുടങ്ങി അട്ടപ്പാടിയുടെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി നിലച്ച് ദിവസങ്ങളാവുകയാണ്. വലിയ പ്രതിസന്ധിയിലാണ്. ഈ ആശുപത്രി ആവശ്യങ്ങളടക്കം ഈ ആളുകളുടെ ഒരു ആശയവിനിമയ സംവിധാനം തന്നെ പൂർണ്ണമായി താറുമാറായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിൽ KCBക്ക് അട്ടപ്പാടിയിൽ സബ്സ്റ്റേഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും കൃത്യമായി പണി നടക്കുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈൻ വരുന്നത് മണ്ണാർക്കാട് നിന്നാണ്. പലപ്പോഴും അതിലും മരം വീണ് താറുമാറാവുന്നുണ്ട്. അതോടുകൂടി അട്ടപ്പാടി മുഴുവൻ ഇരുട്ടിലാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുമുണ്ട്. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.